പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണം. ഈ പൂ കണ്ടോ? ഇതിൻ്റെ പേരറിയോ ആർക്കെങ്കിലും? നല്ല ഭംഗിയായിട്ടതിൽ. ഇത് ചട്ടിയിലാണ് വെച്ചേക്കണത്. നിലത്ത് വെക്കുകയാണെങ്കിൽ നല്ല ധാരാളം പൂക്കളുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവും. പക്ഷേ ഇപ്പോൾ ചട്ടിയിൽ വെച്ചിട്ട് ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതെനിക്ക് അതിശയായി. നേരത്തെ 1-2 പൂക്കളൊക്കെ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ ധാരാളം പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു കളറാണ് കേട്ടോ. നല്ല നടുക്കായിട്ട് നല്ല പിങ്ക്, സൈഡിലെ ലൈറ്റ് പിങ്ക്. നല്ല സുന്ദരി ചെടിയാണ് കേട്ടോ. സുന്ദരി ചെടി ഒരു മരം പോലെ പോണ ചെടിയെ തോന്നുന്നു കേട്ടോ എനിക്കിത്. ചട്ടിയിൽ വെച്ചിട്ടും കൂടി നല്ല പൊക്കം വെച്ചിട്ടുണ്ട് കണ്ടോ. ഗേറ്റിനേക്കാൾ പൊക്കം വെച്ച് പോയേക്കാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനൊന്നും അല്ല കേട്ടോ വന്നേക്കണത്. 2 ദിവസം നിൽക്കുന്ന ചെമ്പരത്തിപ്പൂവും വിരിഞ്ഞിട്ടുണ്ട്. ഇത് നാളെയും കൂടി നിൽക്കും കേട്ടോ. നാളെ വൈകുന്നേരം ആകുമ്പോഴേ പോവുള്ളൂ. അതിലും ധാരാളം മുട്ടുകളുണ്ട്. എല്ലാത്തിനും നല്ല വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. DAP കൊടുത്തു. കൂടാതെ വേറൊരു വളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വളത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത്. ഒരു വളങ്ങളും നമ്മൾ അടുപ്പിച്ച് ഇട്ട് കൊടുക്കരുത് കേട്ടോ. മാറ്റി ഇട്ട് കൊടുക്കണം. ഒരു 6-7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഒക്കെ ഇടവിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാതെ പൂവില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു വളം ഇട്ടു നാളെ വേറൊരു വളം ഇട്ടു അങ്ങനെയൊന്നും ഇട്ടിട്ടൊരു കാര്യമില്ല കേട്ടോ. പൂക്കളുണ്ടാവില്ല. ഈ കടലാസ് പൂവിന്, അതായത് ബൊഗെയിൻ വില്ലയ്ക്ക് ഇട്ട് കൊടുത്ത വളം വേറെയാണ് കേട്ടോ. ഇന്ന് കാണിക്കുന്ന വളമല്ല. അത് വേറൊരു ദിവസം കാണിച്ചു തരാം. ഇതൊരു ഓറഞ്ച് കളറാണ് കേട്ടോ. ഇതിൻ്റെ ഇലയ്ക്ക് തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ വേറൊരു ദിവസം വീഡിയോ ചെയ്യാം കേട്ടോ. ഇന്ന് ഞാൻ ചില ചെടികൾക്കൊക്കെ കൊടുത്തിരുന്നൊരു വളമാണ്. ചെത്തിക്കും അടീനിയത്തിനും ചെമ്പരത്തിക്കൊക്കെ കൊടുത്തൊരു വളമാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. വലിച്ചെറിഞ്ഞ് കളയുന്ന മുട്ടത്തോണ്ടും നമ്മൾ ചായ ഉണ്ടാക്കി ബാക്കി വരുന്ന ചായപ്പൊടിയുടെ വേസ്റ്റും കൊണ്ട് നല്ലൊരു വളം ഉണ്ടാക്കാം. ഇതുപോലെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കരുത്. ഇത് ഞാൻ എങ്ങനെയാണ് ചെടികൾക്ക് ഉപയോഗിക്കുന്നത് അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. വെറുതെ കൈ കൊണ്ടൊന്നും പൊടിച്ചല്ല ഇട്ട് കൊടുക്കണത്. അതുപോലെ ചായപ്പൊടി നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാൻ പാടില്ല. അതൊക്കെ എങ്ങനെയാണ് ചെയ്യണതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. പ്രത്യേകിച്ച് രൂപ കൊടുത്തൊന്നും വാങ്ങേണ്ട ഒരു വളമല്ല കേട്ടോ. ഇത് മുട്ടത്തൊണ്ട് പൊടിച്ചതാണ്. മുട്ടത്തൊണ്ട് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. കൈ കൊണ്ട് പൊടിച്ച് പിന്നെ ക്രഷ് ചെയ്യണേക്കാൾ നല്ലതാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ചായപ്പൊടി. നമ്മൾ വീട്ടിലെന്നും ചായ ഉണ്ടാക്കൂല്ലേ, ആ ചായപ്പൊടി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കേട്ടോ. പച്ചയോടുകൂടി ഇടരുത്, അപ്പോൾ പൂപ്പൽ വരും. വെയിലത്ത് വെച്ച് നന്നായിട്ട് ഇതുപോലെ പൊടിയാക്കി എടുക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ചായക്കടകളിൽ നിന്നൊക്കെ ശേഖരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറേ അധികം കിട്ടും. വീട്ടിലങ്ങനെ ചായ കുടിക്കാത്തവരാണെങ്കിൽ അങ്ങനെ ചായക്കടയിൽ നിന്നൊക്കെ ശേഖരിച്ചാൽ കുറേ കിട്ടും. നമുക്ക് കുറച്ച് ചായ കുടിക്കും, 2 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ചായപ്പൊടിയേ ഉള്ളൂ കേട്ടോ. കുറേ ദിവസത്തെയാണത്. മുട്ടത്തൊണ്ട് കുറേ നാൾ ശേഖരിച്ച് വെച്ചതാണ് ഈ മുട്ടത്തൊണ്ട്. ആദ്യം കാണിച്ച ആ ഒരു മുട്ടത്തൊണ്ട് അല്ല കേട്ടോ, അത് വെറുതെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ മുട്ടത്തൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് പൊടിക്കുമ്പോൾ ഇത്രയും കിട്ടിയാണ്. ഇത്രയും ഉണ്ട്, 3/4 ഭാഗത്തോളം ഉണ്ടാകും കുപ്പിയിൽ. അപ്പോൾ കുറേ മുട്ടത്തൊണ്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയും പൊടി കിട്ടുള്ളൂ കേട്ടോ. മുട്ടത്തൊണ്ടിൻ്റെ പൊടി കിട്ടുള്ളൂ, പൊടിച്ചിങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ പിന്നെ പുഴുങ്ങിയ മുട്ടയുടെ തൊണ്ട് എടുക്കരുത് കേട്ടോ. രണ്ടും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിങ്ങനെ എടുക്കുക കേട്ടോ. എന്താ പറയുക, പുഴുങ്ങിയ മുട്ടയുടെ തൊണ്ടിൽ ആ വെള്ളത്തിലേക്ക് അതിൻ്റെ ഗുണങ്ങളെല്ലാം പോവും. അതുകൊണ്ടാണ് ആ തൊണ്ട് എടുക്കരുത്. നമ്മൾ മുട്ട പൊരിക്കാനായിട്ട് എടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള മുട്ടത്തൊണ്ട് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റേ തൊണ്ടിന് ഒരു ഗുണം ഉണ്ടാവില്ല, വെറുതെ പൊടിച്ചെടുക്കാമെന്ന് മാത്രം. കാൽഷ്യമൊക്കെ ഇതിലായിരിക്കും കൂടുതൽ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടീനിയത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ഇട്ട് കൊടുക്കാം. കടവശമൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാ ചെടികൾക്കും. ഞാൻ ആദ്യം കാണിച്ച പൂവുണ്ടല്ലോ, നല്ലൊരു പിങ്ക്, ഇളം പിങ്കും ആയിട്ടുള്ള പൂവ്, ഇളം പിങ്ക് നടുക്ക് നല്ല പിങ്കുള്ള ആ പൂവിനൊക്കെ ഞാൻ ഈ വളമാണ് ആദ്യം, ആ ചെടിക്ക് ഈ വളമാണ് ഇട്ട് കൊടുത്തത്. അതിലാകെ 2 പൂവൊക്കെ ഉണ്ടാവുള്ളായിരുന്നു. ഇത് നന്നായിട്ട് ഇട്ട് കൊടുത്തപ്പോഴാണ് അതിൽ നല്ല പൂക്കളിപ്പ് ഉണ്ടായത്. അത് നിലത്ത് വയ്ക്കേണ്ട ചെടിയാണ് ശരിക്കും. ഞാൻ ചട്ടിയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ പൂക്കൾ എന്തായാലും കുറയും. ചട്ടിയിൽ വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. നിലത്താകുമ്പോൾ അവർക്ക് എല്ലായിടത്തും വളം വലിച്ചെടുക്കാൻ പറ്റും. ചട്ടിയിലാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളം മാത്രമാണ് അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചട്ടിയിൽ വെക്കുമ്പോൾ ചെടികളിൽ പൂക്കൾ കുറയാൻ കാരണം. അങ്ങനെ ഞാൻ മഞ്ഞ റോസിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു പൂവിട്ടതാണ്. കുറേ ഇതളുകൾ ഉണ്ടാവും, കാരണം ആയി വരണേ ഉള്ളൂ. അത് ഇങ്ങനെ കൊല കുത്തിയിട്ടാണ് വെള്ള റോസാണ് താഴെ നിൽക്കുന്നത്. അതിനൊക്കെ ഇട്ട് കൊടുത്തു. ചെത്തികൾക്കൊക്കെ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് ചെത്തിയിലൊക്കെ ധാരാളം പൂക്കൾ കണ്ടോ. അങ്ങനെ വളങ്ങൾ നമ്മൾ മാറി ഇട്ട് കൊടുക്കണം. ചിലപ്പോൾ DAP, പിന്നെ NPK, പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഈ വളം, രൂപ കൊടുത്ത് വാങ്ങാത്ത ഈ വളം, ഇതൊക്കെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇത്രയും ഇട്ടിട്ട് ബാക്കി ഇത്രയും ഉണ്ട് കേട്ടോ. കാരണം എല്ലാത്തിനും ഞാൻ ഇട്ടിട്ടില്ല. കുറേ എണ്ണത്തിനൊക്കെ ഞാൻ DAP ഒക്കെ ഇട്ട് കൊടുത്തതാണ്. ചെത്തിയിലൊക്കെ നല്ല പൂക്കൾ, ഇതിൽ പൂക്കൾ ഉണ്ടാവില്ലായിരുന്നു കേട്ടോ മഞ്ഞയിൽ. ബാക്കി എല്ലാത്തിലും നല്ലോണം പൂക്കളുണ്ടാവും. മഞ്ഞയിൽ പൂവ് അങ്ങനെ പൂക്കാറില്ല.
അപ്പോൾ ഇത് ഇട്ട് കൊടുത്തപ്പോഴാണ് പൂക്കളുണ്ടായത്. ഈ ചെമ്പരത്തി കണ്ടോ, വെറുതെ ഒരു കമ്പ് മഴ സമയത്ത് ഞാൻ വലിയ ചട്ടിയിൽ നിന്ന് വെറുതെ ഒരു ഇതിലേക്ക് കുത്തി കൊടുത്തതാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതിരിക്കുന്നുണ്ടായിരുന്നു, അതിലേക്ക് കുത്തി കൊടുത്താണ്. പക്ഷേ ഇതിൽ നിറയെ മുട്ടുകളുണ്ട്. ഞാൻ ഇതാണ് ഇട്ട് കൊടുത്തത്. ഈ വളമാണ് മുട്ടത്തൊണ്ടും ചായപ്പൊടി, ചായയുടെ വേസ്റ്റ്, ചായപ്പൊടിയുടെ അതും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നിറയെ മുട്ടുകളാണ് കേട്ടോ അതിൽ. ഇതിൻ്റെ മദർ പ്ലാന്റിലുള്ള മുട്ടുകളേക്കാൾ കൂടുതൽ ഇപ്പോൾ മുട്ടുകൾ ഇതിലുണ്ട്. എനിക്ക് വലിയ അതിശയമായി തോന്നിയത്. നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. പുതിയ വളങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.